പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ഒന്നും അറിയാത്തവർക്കും ഈസി ആയിട്ട് ബെഡ്ഷീറ്റിലും ഡ്രസ്സിലും പില്ലോ കവറിലൊക്കെ പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പില്ലോ കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഫേബർ കാസിലിൻ്റെ 2 ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രീനും അതുപോലെ റെഡ് കളറും. പിന്നെ ഇതുപോലെ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സ്പോഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ള സൂത്രം ഇതാണ്. പല ഡിസൈൻസിലുള്ള സ്റ്റെൻസിൽസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എൻ്റെ അടുത്തുള്ള പല ഡിസൈനിൽ വരുന്ന സ്റ്റെൻസിൽസാണ്. ഇത് അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. ഇതൊക്കെ എൻ്റെ അടുത്തുള്ള പല സ്റ്റെൻസിൽസാണ്. അപ്പോൾ ഞാൻ ഇതിൽ റോസ് ഫ്ലവറിൻ്റെ സ്റ്റെൻസിലാണ് ഇപ്പോൾ ഈ പില്ലോ കവറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ ഈ പില്ലോ കവറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പം കുറച്ച് ഭാഗം താഴ്ത്തു പോയിട്ട് താഴത്തെ ഭാഗത്തും പെയിൻറ്റ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ സ്റ്റെൻസിൽ എവിടെയാണോ പെയിൻറ്റ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്കതിൻ്റെ 4 ഭാഗത്തും ഓരോ പീസ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, അത് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ റെഡ് കളറ് ഒഴിച്ചിട്ട് അതിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം അധികം ആവരുത്, വെള്ളം അധികമായി കഴിഞ്ഞാൽ പെയിൻറ്റ് ആകെ സ്പ്രെഡാകും. ഒറ്റ ഡ്രോപ്പ് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്പോഞ്ചിൽ മുക്കിയിട്ട് ആ ഫ്ലവറിൻ്റെ മുകളിൽ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കോർണറിലൊക്കെ നല്ല വൃത്തിയിലായിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയ ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ലീഫും കൂടി വരുന്നതുകൊണ്ട് ലീഫിൽ റെഡ് കളർ സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോർണറിൽ ഇതുപോലത്തെ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ഫാബ്രിക് പെയിൻറ്റിങ് മെത്തേഡും കൂടി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കൂടി കണ്ടു നോക്കണേ. അതിലൊന്ന് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങും മറ്റൊന്ന് ബഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങുമാണ്. അപ്പോൾ ഇപ്പം കുട്ടികൾക്കൊക്കെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർക്കും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പെയിൻറ്റിങ് ഐഡിയാസാണ് ഇതെല്ലാം. ഇനി ഞാൻ ഈ ലീഫിലെല്ലാം ഇതുപോലെ ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ സെല്ലോ ടേപ്പ് അഴിച്ചിട്ട് ഈ സ്റ്റെൻസിൽ മാറ്റി നോക്കാം. അപ്പോൾ നമുക്ക് നല്ല ഡിസൈൻ നമ്മൾ പില്ലോ കവറിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് ഇത് ഒരു 24 hours നന്നായിട്ട് പെയിൻറ്റ് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പില്ലോ കവർ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പിന്നെ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒന്നും ഇളകിപ്പോവില്ല, നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.